ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിനിമകൾ വരുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് വേറെ ആളുകളൊക്കെയാണ് അഭിനയിക്കുന്നത്. അതിനേക്കാൾ നല്ലത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് തന്നെ അഭിനയിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആവും, ആ രീതിയിൽ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിട്ട് എന്താ കാര്യം, സിനിമ എടുക്കുന്ന ആളുകൾക്ക് അത് തോന്നണ്ടേ. നമുക്ക് എപ്പോഴാണ് ബ്യൂട്ടി കോൺഷ്യസിൽ നിന്നൊക്കെ മാറിയത്? അതായത് നമ്മുടെ മുഖ്യധാര മലയാളത്തിന്റെ സ്ത്രീത്വത്തിന്റെ മുഖം മഞ്ജു വാര്യർ, കാവ്യമാധവനിൽ നിന്നൊക്കെ ദർശനയിലേക്കോ നിമിഷയിലേക്കൊക്കെ എപ്പോഴാ മാറുന്ന മലയാള സിനിമ? ഈ അടുത്ത കാലത്താ അല്ലെ? അതുപോലെ തന്നെയാണ് QR മനുഷ്യരുടെ കാര്യത്തിൽ. ഇപ്പം മേരിക്കുട്ടിയില് യഥാർത്ഥ ഒരു ട്രാൻസ് ആണെങ്കിൽ ചിലപ്പോ ആ സിനിമ കമേഴ്ഷ്യലി വിജയം വരിക്കത്തില്ല. യുനോ, കാതൽ സിനിമയിൽ മമ്മൂട്ടി പകരം വേറെ ഏതെങ്കിലും ഗേ വ്യക്തി ആണെങ്കിൽ ആ സിനിമ പൊളിയും. ഓക്കെ, അതാണ് സിനിമ. സിനിമ ഒരു വ്യവസായമാണ്. സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ടൂൾ ഉപയോഗിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ളത് ക്രിയേറ്റേഴ്സിന് അറിയാം. അപ്പൊ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അതിനങ്ങനെ കാണണം. പക്ഷെ അതേസമയം ഒരു റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു യാചനയല്ല, അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അതിന് എന്തുണ്ടാവണം? ഞാൻ സിനിമ എടുക്കണം, ഞങ്ങളെപ്പോലുള്ള ഒരു സിനിമ എടുക്കണം, ഞങ്ങളെപ്പോലുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതണം, ഞങ്ങളെപ്പോലുള്ള ഒരു പ്രൊഡക്ഷനിൽ ഉണ്ടാവണം. അപ്പോഴാണ് അതിനൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പം അതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മേ ബി കണ്ടന്റിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം കാതൽ പോലുള്ള സിനിമകൾ, മൂത്തം പോലുള്ള സിനിമകൾ, വെബ് സീരീസ്, ഹെവൻ പോലുള്ള വെബ് സീരീസ്, അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പൊളിറ്റിക്കലി എങ്ങനെയാണ് ഈ സമൂഹത്തെ അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഒരു വിഭാഗം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ല രീതിയിൽ സിനിമ എടുക്കണം. അത് മനസ്സിലാവാത്ത ആളുകൾ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കറിയാലോ ഇപ്പം മലയാള സിനിമ ഈ പറയുന്ന ആണത്വ മെയിൽ ഫാലസിൽ നിന്നും താഴോട്ട് എത്തിയിട്ടുള്ളത് ഈ 2000 പകുതിക്ക അല്ലെ? മംഗലശ്ശേരി, നീലകണ്ഠൻ, ഇന്ദുചൂടനൊക്കെ മാറി കുറച്ചുകൂടിയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള നായകൻ ഒക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് ഇപ്പോഴാണ്. അതിന് പറ്റുന്ന നരേഷൻസ്, സ്ക്രിപ്റ്റ്സ് ഒക്കെ ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ എങ്ങനെയാണ് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പം അത് ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ്. ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സ് ഇറങ്ങിയപ്പോൾ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ഒരു പത്രപ്രവർത്തകയുടെ. അപ്പൊ എൻ്റെ ഒരു ഗേ സുഹൃത്ത് ചോദിച്ചു, എന്തുകൊണ്ട് കുമ്പളങ്ങി നൈറ്റ്സിലെ കപ്പിൾസിൽ ഒരു ഗേ കപ്പിൾസിൽ കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. ഒക്കെ ചോദ്യമാണത്, അത് ചോദിക്കാമല്ലോ നമുക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒത്തിരി ഇപ്പം സൂക്ഷ്മദർശിനിയിൽ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഓപ്പോസിറ്റ് ഒരു ജാതി ഒരു ജാതകം വളരെ മോശം സിനിമയായിരുന്നു. പക്ഷെ എന്നെ അതിശയപ്പെടുത്തിയത് കമ്മ്യൂണിറ്റി അലയായിട്ടുള്ള, കമ്മ്യൂണിറ്റിനെ അറിയുന്ന ആളുകൾ അതിൽ അഭിനയിച്ചു എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തിയത്. അപ്പൊ അതിന്റെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അതിൽ ആ പരിസരങ്ങളിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് ഒത്തിരി സ്ക്രിപ്റ്റ് വരാറുണ്ട് സംസാരിക്കാനായിട്ട്. ശീതള എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പറയണം, ഇതെങ്ങനെയാണ് ഈ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. ഇപ്പം ട്രാൻസ്ജെൻഡർ എന്നാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ശരിക്കും ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്നാണ്, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്നാണ് ശരിക്കും ബഹുമാനപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു വാക്ക്. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രെയിറ്റ് എന്നുള്ള വാക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മള്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. അതാണ് നമ്മള് ശരിക്കും ലേൺ ചെയ്യിപ്പിക്കുകയാണ് സമൂഹത്തെ, പല ആളുകളെ ലേൺ ചെയ്യിപ്പിക്കണം. അപ്പൊ സിനിമയിലൂടെ അങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ് നടക്കുന്നുണ്ട് അല്ലെ? ഒരു സ്ഥലത്ത് ഈ പറയുന്ന മഴവിൽ മാഫിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനിപ്പുറത്ത് ക്യൂർ പ്രൗഡ്നെസ്, ക്യൂർ ഐഡന്റിറ്റി, അങ്ങനെയൊക്കെ. ബിഗ് ബോസിൽ ജാൻമോണിനെ കൊണ്ടുവന്നു, അതിന് മുന്നത്തെ സീസണിലൊക്കെ ഉണ്ടായിരുന്നു ആളുകൾ. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഈ ട്രാൻസ് വ്യക്തികളെ കുറ്റം പറയുന്ന, എതിർക്കുന്ന മെന്നിസ്റ്റ് ആയിട്ടുള്ള ആളുകളെയും കോമ്പറ്റീഷനിൽ വേണ്ടി കൊണ്ടുവന്നു. ഒരു മസാലക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണോ ഈ? അല്ല, അതൊരു ഷോ ആണല്ലോ, റിയാലിറ്റി ഷോ. ആ ഷോയുടെ ആരംഭം തന്നെ ഹോളിവുഡിൽ നിന്നാണ്. അതിനി ബോളിവുഡിലേക്ക് എത്തുമ്പോഴും സൽമാന്റെ ഷോ ആണെങ്കിലും, ഇവൺ തെലുങ്കാനയിൽ നടക്കുന്ന ഷോ ആണെങ്കിലും, തമിഴിൽ നടക്കുന്ന ഷോ ആണെങ്കിലും ഒക്കെ സെയിം പാറ്റേൺ ആണ്. അതായത് പുട്ടിന് വീര പോലെ ഒരു വയസ്സായ ആള്, ഒരു സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു ട്രാൻസ്ജെൻഡർ, ഒരു ക്യൂർ, ഒരു ഗേ, ഒരു മസിൽമാൻ, ഇങ്ങനെ തന്നെയാണ് സെയിം പാറ്റേൺ അവിടെ നിന്ന് ഇങ്ങോട്ടും. അപ്പൊ ആദ്യമൊക്കെ ഫസ്റ്റ് ബിഗ് ബോസിൽ സൽമാന്റെ ഷോയിൽ വരുന്നത് 2008 ലക്ഷ്മി നാരായണൻ ത്രിപാഠി.
അവര് ട്രാൻസ് വുമൺ ആണ്. അവര് അന്നാവുന്ന സമയത്ത് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു ആ സമയത്ത്. അതുപോലെ ഗേ ആയിട്ടുള്ള ഒത്തിരി പേരൊക്കെ അങ്ങനെ പല ഷോയിലും വന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇതൊരു കാണാകാഴ്ചയാണ്, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്സും ഉണ്ട്. ഇവൺ റിയ സലീമിനെ പോലുള്ള ആളുകള് ഇതിനെക്കുറിച്ച് നന്നായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു എപ്പിസോഡുണ്ട്. അത് വല്ലാതെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം നെഗറ്റീവ് കാണുന്ന ആളുകൾക്ക് അതേ കാണാൻ പറ്റുള്ളൂ. പോസിറ്റീവ് കാണുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കാം റിയ സലീമിന് അത്രയും ഫോളോവേഴ്സും അത്രയും റീച്ച് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേഷൻ ആ സമയത്ത് തന്നെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അയാള് വളരെ കൃത്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ അതിശയപ്പെടുത്തിയിട്ടുള്ള വ്യക്തി നാദ്രയാണ്. കാരണം അവിടെ ഇത്രയധികം പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ടായിട്ടും 10-25 പേര്, ഇത്രയും 39 എത്രയാ പേരുണ്ടായിട്ട് പോലും അവള് 3-ാം സ്ഥാനത്തിന് ആ പൈസ അടിച്ചു മാറ്റിട്ട് അവൾ അവിടെ നിന്ന് പോയത്. അത്രയും പൈസ അവൾ അടിച്ചു മാറ്റി 2 ദിവസം മുമ്പാണ് അവൾ ആ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പൊ അത്രയും ഒരു എഫേർട്ട് അവൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൾ എത്ര ടാലന്റഡ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്ന അവള് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടുന്നതാണ്. അത്രയും, കാരണം എല്ലാ ഗെയിമിലും അവളാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ലാസ്റ്റ് ഡേ വരെ അവളോട് നിൽക്കാൻ പറ്റിയത്. പിന്നെ വളരെ എന്താ പറയാ, വളരെ കോൺഷ്യസ് ആയിട്ടും വളരെ ബുദ്ധിപൂർവ്വമാണ് അവൾ അവിടെ കളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവൾക്ക് ആ 6 ലക്ഷം 7 ലക്ഷം അങ്ങോട്ട് എടുത്ത് പോകാൻ പറ്റിയത്. മാത്രമല്ല നമ്മൾ ആരും അവളെ ട്രെയിൻ ചെയ്യിച്ചിട്ടില്ല. അവക്കൊരു മീഡിയ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അവക്ക് ഈ പറയുന്ന സൊസൈറ്റിയുടെ, ഈ പറയുന്ന ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള സിസ്ജെൻഡർ മനുഷ്യരുടെ വലിയ സപ്പോർട്ടൊന്നും അവൾക്ക് ഉണ്ടായിട്ടില്ല. അവൾ അവിടെ കാണിച്ചതിന് മാത്രമാണ് ശരിക്കും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ജയിച്ചു വന്നൊരു കുട്ടിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒത്തിരി എപ്പിസോഡ് ബിഗ് ബോസിന്റെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഓരോ കമ്മ്യൂണിറ്റി പോയ ആളുകളും പല രീതിയിൽ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. മോശമായിട്ടും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. പക്ഷെ എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവൻ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഷോയാണ്. ആ ഷോയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ചേരുവകളുണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെ വേണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ജാൻമണി ഈ പറയുന്ന മെന്നിസ്റ്റ് ആയിട്ടുള്ള ആളും ഫ്രണ്ടാ. എനിക്ക് അതാണ് അതിശയം. അതായത് ഈ മെന്നിസ്റ്റ് ആയിട്ടുള്ള ആൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് പെൺവേഷം കെട്ടുന്നതും പെൺവേഷം അണിയുന്നത്, ലിപ്സ്റ്റിക് അണിയുന്നതൊക്കെ പ്രശ്നമാണ്, അത് മാനസികരാ കാണുന്നത്. ഇയാൾ ആ ഷോയില് പോയിട്ട് ലിപ്സ്റ്റിക് ഇടുകയും പെൺവേഷം കെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാ. ഇപ്പൊ അവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഇത് നമുക്കിപ്പോ എന്താ ഒന്ന് പറയാൻ പറ്റില്ല, ഷോയാണ്. ശീതൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സമൂഹത്തിനോട് ആവശ്യപ്പെടുന്ന എന്തൊക്കെയാണ്? അല്ല, ഒന്ന് നമ്മളിപ്പോ ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ എപ്പോഴും ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ് പലരും ഉള്ളത്. ഫാമിലി സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും ലോൺലിനെസ് ഉണ്ട്. അപ്പോൾ ഈ ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റത്തിനെ കുറച്ചുകൂടി എംപവർ ചെയ്യിക്കുന്ന രീതിയിലേക്ക് പോകണം. പിന്നെ അത്തരം ആളുകളെ ഒരു കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ ശ്രമിക്കുക. പിന്നെ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മാരേജ് സിസ്റ്റം ഇല്ല ക്യൂർ ആളുകൾക്ക്. ആ സംവിധാനം വരണം. പിന്നെ അഡോപ്ഷൻ റൈറ്റ്സ് ഇല്ല, അതൊക്കെ വരണം. എങ്കിൽ മാത്രമേ ഒരു സാമൂഹിക ജീവിയായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, അവർക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ്. അതിനപ്പുറം കുറച്ചുകൂടി ഇതായിട്ട് മാറണം. പക്ഷെ എന്നിരുന്നാലും സോഷ്യൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ആ സോഷ്യൽ ചേഞ്ചസിന്റെ സ്പേസിൽ തന്നെയാണ് ഞാനും ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രത്തോളം കമ്മ്യൂണിറ്റി ഇൻക്ലൂഷൻ ഉണ്ടാവുന്നുണ്ട്, എംപവറിംഗ് സിസ്റ്റം മാറിയിട്ടുണ്ട്. ബേസിക്കലി സൊസൈറ്റിക്ക് കുറച്ചും കൂടി നോളജ് സെൻസ് ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു പ്രോഗ്രസീവായിട്ട് മനസ്സിലാവുന്നു. അപ്പോൾ ശീതൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് ചേഞ്ച് ആയി. ഇനിയും കുറച്ചുകൂടി ചേഞ്ച് ആവട്ടെ, ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കട്ടെ, ബോധവാന്മാരാവട്ടെ. അപ്പൊ താങ്ക് യു. എന്തായാലും നമ്മുടെ സംശയങ്ങളും